ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിത് കറക്കുന്നത് കണ്ടേ നിങ്ങൾ കരുതും ഞാൻ വലിയ ഷെഫാണെന്ന്. പക്ഷേ അല്ല. ഞാനിത് അമ്മയ്ക്ക് വയ്യാതിരുന്ന സമയത്ത് ഞാൻ കരുതി അന്ന് രാത്രി ടൈമാണ്. അപ്പോൾ ഒരു പൈനാപ്പിൾ മേടിച്ചെടുപ്പം ആ പൈനാപ്പിൾ ഒന്ന് കട്ട് ചെയ്തിട്ട് പൈനാപ്പിൾ പുളിശ്ശേരി ഉണ്ടാക്കാമെന്ന്. അത് നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് കരുതിയിട്ട് ഞാൻ എടുത്ത വീഡിയോ ആയിരുന്നു. പക്ഷേ ഇതെല്ലാം മാറി മറിഞ്ഞു ഗൈസ്. ഇതെല്ലാം കുളമായി ഗൈസ്. എന്ത് പറ്റിയതാണെന്ന് എനിക്കറിയില്ല. ഞാൻ ഇതൊക്കെ പറയുന്നുണ്ട്. ഉള്ളി എടുക്കണം, പച്ചമുളക് എടുക്കണം, ജിഞ്ചർ എടുക്കണം, ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പം അതൊക്കെ ചതച്ചെടുക്കണം. പിന്നെ ഇതുകൊണ്ട് കട്ട് ചെയ്തെടുക്കണം പൈനാപ്പിള്. പക്ഷെ ഇതൊക്കെ ശരിയാണ്. ഇതൊക്കെ ഞാൻ പറഞ്ഞു തരണം എന്നിങ്ങനെ ഇരുന്നാണ്. പക്ഷെ ഞാൻ ചെയ്തു വന്നപ്പോൾ അത് കുളമായി. അപ്പം പിന്നെ കുളമായ സാധനം ആർക്കും റെസിപ്പി പറഞ്ഞു കൊടുക്കരുതല്ലോ. അപ്പം ഇത് കുളവായ കഥയാണ് ഞാൻ പറയുന്നത്. അപ്പൊ ആരിങ്ങനെ ചെയ്യൂലായിരിക്കും. ഞാൻ മാത്രമേ ചെയ്യുള്ളായിരിക്കും, എനിക്കറിയില്ല. എങ്കിലും അത് കഴിഞ്ഞ് ഞാൻ നമ്മുടെ മെയിൻ താരമായ കേടെടുത്ത് കഴിഞ്ഞ് അതും എടുത്തു. മറ്റേത് ജിഞ്ചറൊക്കെ ചതച്ച് വെച്ച് പിന്നെ നമ്മൾ ഇത് ചീനച്ചട്ടി വെച്ച് അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിക്കണം. ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അമ്മയാണ് പറഞ്ഞത്. അമ്മയ്ക്ക് വയ്യായിരുന്നു, അതുകൊണ്ട് അമ്മയെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ട ഒരു ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് കരുതി ഞാൻ ചെയ്തതാണ്. പക്ഷെ അത് അമ്മയ്ക്ക് വലിയൊരു തലവേദനയായി മാറി. അപ്പൊ അങ്ങനെ മറ്റേ ചുവന്നമുളക് ഇട്ടു, ഇഞ്ചി, പച്ചമുളക്, ഉള്ളി അതെല്ലാം കൂടെ ഇട്ട് വഴറ്റണേ. കുറച്ചൊന്ന് റെഡി ആവണം. അങ്ങനെ അതൊക്കെ ചെയ്തു. അതൊന്നും ചെയ്തപ്പോൾ ഒന്നും കുഴപ്പമില്ലായിരുന്നു. ഞാൻ കറി റെഡി ആവുന്നു. പക്ഷെ അതിന് മുന്നേ ഞാൻ കേടിനകത്ത് കുറച്ച് വെള്ളം എടുത്തു വെച്ചു. ആ വെള്ളം ഒഴിക്കണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കും അങ്ങനെ ആയിപ്പോയെന്നാണ് തോന്നുന്നത്. അമ്മ പറഞ്ഞത് അങ്ങനെയാണ്. പക്ഷെ എനിക്കറിയാമായിരുന്നു ഇതൊക്കെ ഉണ്ടാക്കാം. പക്ഷെ എന്തോ എനിക്കറിയില്ല, എന്തോ വെള്ളം ഒഴിക്കരുതെന്ന് തോന്നിയില്ല. വെള്ളം ഒഴിച്ചു ഞാൻ. അപ്പം മിക്സിക്കകത്തിട്ട് അടിച്ചതുമില്ല. അപ്പം മിക്സിക്കകത്തിട്ട് അടിക്കാൻ ഇതായില്ല. പിന്നെ അതിന് മഞ്ഞൾപ്പൊടി, പിന്നെ എന്തൊക്കെയോ പൊടികളുണ്ട്, ഉലുവാപ്പൊടി, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ട് അത് നല്ലപോലെ ഇളക്കണം. കുറച്ചൊരു പരുവായി കഴിയുമ്പോൾ ഓരോ അമ്മയാണ് ഇട്ട് തരുന്നത്. എനിക്ക് മനസ്സിലായെന്ന് തോന്നുന്നു ഞാൻ കുളവാക്കും. അപ്പോൾ അങ്ങനെ അമ്മ അടുക്കളയിൽ കയറ്റണ്ടാന്ന് കരുതിയിട്ടിരുന്ന ഞാൻ അടുക്കളയിൽ കയറ്റി അമ്മയെ പാവം. അപ്പൊ അത് കുറച്ചൊക്കെ ഇങ്ങനെ കുറച്ചു നേരം മൂപ്പിക്കണം കേട്ടോ. അമ്മ ഉണ്ടാക്കുന്ന പുളിശ്ശേരി നല്ല ടേസ്റ്റാണ്. അതുകൊണ്ടൊക്കെ ആകുന്ന കരുതിയിട്ടാണ് ഞാൻ ഇതൊക്കെ ഉണ്ടാക്കിയത്. പക്ഷെ എല്ലാം കുളമായി. അപ്പം നല്ലതായിട്ട് പോസ്റ്റ് ചെയ്യണമെന്ന് കരുതിയിട്ടാണ് ഞാനിതൊക്കെ റെഡിയാക്കുന്നത്. പക്ഷെ ഇങ്ങനെ പോസ്റ്റ് ചെയ്യേണ്ടി വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഗൈസ്. എന്നെപ്പോലുള്ളവരോടാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഒട്ടും പാചകം അറിയാൻ മേലാത്ത ഒരാളും അല്ല, ഒരുപാട് പാചകം അറിയുന്ന ഒരാളും ഒന്നും അല്ല. എങ്കിലും പക്ഷെ ആ ടൈമിൽ എന്തോ എനിക്ക് പറ്റിയില്ല, വെള്ളം ഒഴിച്ചു പോയി. ഇനിയും അങ്ങനെ ആരും വെള്ളം ഒഴിക്കാതിരിക്കാൻ വേണ്ടി മാത്രം ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പം ആരും ഇങ്ങനെയൊക്കെ ചെയ്യാതിരിക്കുക. അതിപ്പം കേടൊഴിച്ചപ്പോൾ എനിക്കൊരു വലിയ മിസ്റ്റേക്ക് തോന്നിയായിരുന്നു. വെള്ളം പോലെ കിടക്കുന്നു. അപ്പം പിന്നെന്ത് ചെയ്യാനാ. ഇത് കിച്ചണിൽ കറിവേപ്പില ഇല്ലായിരുന്നു. അപ്പം വീടിൻ്റെ ബാക്കിൽ പോയി ഞാൻ കഷ്ടപ്പെട്ട് പറിച്ച് അത് റെഡിയാക്കി വീഡിയോ പോസ്റ്റ് ചെയ്യാമെന്ന്, അത് സൂപ്പർ പുളിശ്ശേരിയുടെ വീഡിയോ പോസ്റ്റ് ചെയ്യണമെന്ന് ഇതൊക്കെ പിച്ചതാണ്. പക്ഷേ ഈ ടൈമിലൊന്നും എൻ്റെ മനസ്സിൽ എൻ്റെ പുളിശ്ശേരി സൂപ്പറാണ്. കുളമായ ഒരു പുളിശ്ശേരിയേ ആയിരുന്നില്ല. അപ്പം എന്താ ചെയ്യാൻ, നമ്മൾ ഉണ്ടാക്കുന്ന രീതി അനുസരിച്ച് അത് കുളവാകും. അപ്പം ഞാൻ ഈ ടൈമിലൊക്കെ ഭയങ്കര സന്തോഷിച്ചാണ് പുളിശ്ശേരി. അല്ലെങ്കിൽ ഞാൻ ആ കറിവേപ്പില ഇല്ലെങ്കിൽ ഇടവില്ലായിരുന്നു. വീഡിയോ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ കറിവേപ്പില അവിടെ ഇല്ലെങ്കിലും ഞാൻ പോയി പിച്ചിക്കൊണ്ട് വന്നത്. അപ്പോൾ എന്തായാലും കറിവേപ്പിലയൊക്കെ ഇട്ട് വന്നു. പക്ഷെ ഇട്ടപ്പം പക്ഷേ എനിക്ക് മനസ്സിലായി, ചെന്ന് നോക്കിയപ്പോഴേ ഇങ്ങനെ ആയിപ്പോയി. അപ്പോൾ ഇതൊരു കുളമായ പുളിശ്ശേരിയാണ്. ഇതാണ് എൻ്റെ കുളമായ പുളിശ്ശേരി. അപ്പം ഇങ്ങനെ ആരും ഉണ്ടാക്കാതിരിക്കുക. അപ്പം വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ബൈ.